നിത്യക്കുട്ടി കിടപ്പിലായതോടെ എന്റെ വെള്ളം കൂടി മുടങ്ങിയില്ലേ? ശരത്തുമോനൊന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ. പാർവതി കൊണ്ടുവരുമായിരുന്നല്ലോ. മുത്തശ്ശിക്ക് കാൽമുട്ട് വേദനയല്ലേ, പടി കയറാൻ വയ്യ. അല്ലെങ്കിൽ മുത്തശ്ശി എടുത്തോണ്ട് വന്നേനെ വെള്ളം. ശരത്ത് ഇവിടെ നിൽക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. പിന്നെ മോന്റെ അമ്മ പറഞ്ഞ കാര്യം മക്കുണിനോട് ഞാനൊന്ന് പറഞ്ഞു. പക്ഷേ അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കും അവൻ. നിത്യമോളെ മോന്റെ അമ്മയുടെ ചെലവിലൊന്നും അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ കൊണ്ടുപോകണ്ടെന്നാ അവൻ പറയുന്നേ. ഞാൻ ശരത്തുമോനോട് പറയുമായിരുന്നു, മനോഹരൻ നമ്മളെ അമേരിക്കയ്ക്ക് വിടത്തില്ലെന്ന്. എന്റെ അമ്മേ, എന്റെ മുത്തശ്ശി, ഇതൊക്കെ ആ ദേവികയുടെ തീരുമാനങ്ങളാണ്. അച്ഛൻ പറയുന്നേ ഉള്ളൂ. എഴുതി കൊടുക്കുന്ന പ്രസവം വായിക്കുന്ന മന്ത്രി, അതാ അച്ഛൻ. ഇനി എങ്ങാനും നിത്യക്കുട്ടി സുഖമായാല് നമ്മൾ അമേരിക്കന് തിരിച്ചു വരും മുമ്പ് താനും വക്കീൽ സിദ്ധാർത്ഥനും അകത്താവുമെന്ന് ദേവിയേക്കറിയാം. അതാ അതിന് തടയിടുന്നത്. കണ്ടോ, മുത്തശ്ശിയെ അമേരിക്ക ഒന്ന് ചുറ്റിക്കാണിക്കണമെന്ന് എന്റെ അമ്മയ്ക്ക് വലിയ ആഗ്രഹം. ഇനിയിപ്പോ എന്ത് ചെയ്യാം, അച്ഛന്റെ വാശി അടക്കട്ടെ. ഒരുമാതിരി പട്ടി തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറയുന്ന പോലെയാ മക്കുണന്റെ സ്വഭാവം. എനിക്ക് അമേരിക്കയ്ക്ക് പോവാം. എന്താ മനോഹരേട്ടാ, എന്തുപറ്റി? എന്തെങ്കിലും അസുഖമുണ്ടോ? സുഖമില്ല, അത്രേ ഉള്ളൂ. മനോഹരേട്ടൻ എന്താ ഇങ്ങനെ മറുപടി പറയുന്നത്? ഒരുമാതിരി അകന്നു നിന്ന് സംസാരിക്കുന്ന പോലെ. നമ്മൾ ആരെങ്കിലും അകറ്റി നിർത്തുമ്പോ നമ്മളെയും ആരെങ്കിലും അകറ്റി നിർത്തും. ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരെയെങ്കിലും അകറ്റി നിർത്തിയാ നിന്നിൽ നിന്ന് ആരെങ്കിലും അകലുംന്ന്. അത് ഭഗവാന്റെ തീരുമാനമാണ്. അപ്പോഴേ എനിക്ക് നിനക്കും ഇടയ്ക്ക് എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അതും ഭഗവാന്റെ പറ്റുപോക്കിൽ അങ്ങ് എഴുതിയച്ചാ മതി. മനോഹരേട്ടൻ ഈ സംസാരിക്കുന്നത് ദേവികയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അതെ, എന്റെ 2 മക്കൾക്കും വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചോളാണ് ദേവിക മോള്. ആരൊക്കെ അകറ്റി നിർത്തിയാലും അതിനനുസരിച്ച് ചേർത്ത് പിടിച്ചോണ്ടേയിരിക്കും. ഒടുവിൽ തെറ്റുപറ്റിപ്പോയി പാർവതിന്ന് എന്റെ മുമ്പിൽ വന്ന് തല കുമ്പിട്ട് നിന്ന് മനോഹരേട്ടന് പറയേണ്ടി വരും. ദേവികമ്മയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചാലേ ഞാൻ എന്റെ തല വെട്ടിയെടുത്ത് വെള്ളിത്തളികയെ വെച്ച് നിനക്ക് തരും. ഒരുമേക്കൊരു പോലെ ഇപ്പൊ വേറൊരു അകന്ത പ്രഭാവതി. അവരെന്ത് ചെയ്തു? എന്നെ പോലെ തന്നെ മകന് നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയും അവരും. പെറ്റ വയറിന്റെ നോവും വേവും മരണം വരെ കാണും. പിന്നെ തന്തമാരെ പിന്നെ സിമന്റിനകത്ത് വാർത്ത് വെച്ചിരിക്കുമല്ലേ. അവരുടെ ഇങ്ങോട്ടുള്ള സന്ദർശനമേ എനിക്കത്ര പിടിച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് പലഹാരപ്പതിയും കാശും സ്പ്രേയും, ഇവിടെ മിലിക്ക് ക്യാഷ് അവാർഡ്. പതുക്കെ കരുക്കൾ നിരത്തി കളം മുറുക്കുവാണ് അവര്. ആരാണ് ശരിക്കും ഈ പ്രഭാവതി എന്ന് എനിക്കൊന്ന് അറിയണം. അവരുടെ ഗൾഫ് കഥയൊക്കെ കള്ളത്തരവെന്ന് എനിക്ക് തോന്നുന്നേ. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. നിത്യമോളെ എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ നിവർത്തികേടുകൊണ്ടാ. കാശിന്റെ ആവശ്യമുണ്ട്, പിന്നെ ജീവിതത്തില് ഒരു ഓൺതുണയും വേണം.
ശരത് സാർ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു മഹാഭാഗ്യം. നിത്യമോളെ സമയം എടുത്ത് ചത്താ മതി കേട്ടോ. അച്ഛാ, അച്ഛനൊന്ന് വന്നേ. എന്താ? വന്നേ, ഒരു അപകടമുണ്ട്. എന്താ മോളെ? ഒന്ന് വാ അച്ഛാ, പറയാ. പാതിര ഭ്രാന്ത് അല്ലാതെ എന്താ? നിനക്കാ ഭ്രാന്ത്? വാ മോളെ. അച്ഛൻ വന്നേ. എന്താ മോളെ, എന്താ പ്രശ്നം? മിലി, മിലി വാതിൽ തുറക്ക. മിലി, കൊച്ചെ കൊച്ചെ വിളിക്കുന്ന കേട്ടില്ലേ? തുറക്കാൻ. മിലി, അച്ഛാ. വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാൻ. മിലി, വാതിൽ തുറക്കാൻ. മിലി, മിലി, വാതിൽ തുറക്കാൻ. കൊച്ചെ വാല് പറഞ്ഞേ. വിളിക്കുന്ന കേട്ടില്ലേടി കൊച്ചെ? കൊച്ചെ വാതില് പറഞ്ഞേ. മോളെ, 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 മോളെ. എന്താ മോളെ പറ്റിയത്? എന്താ ചേച്ചി ഈ കാണിക്കുന്നേ? ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. ചേച്ചി ഇവിടെ വരാൻ. ചേച്ചി ഇങ്ങോട്ട് വാ. എന്നെ എന്തിനാ ഇവിടെ പിടിച്ചോണ്ട് വന്നത്? എന്റെ പേഷ്യന്റിനെ നോക്കാൻ എനിക്കറിയാം. എന്താ? വിട്. വിട്. ആദ്യം അടി, പിന്നെ സംസാരം. നിന്നോട് കഥ വേണ്ടത്. എന്താ മോളെ? ഇവള് നമ്മുടെ നിത്യമോളെ കൊല്ലാൻ ശ്രമിച്ചു. അയ്യോ, കൊല്ലാൻ ശ്രമിച്ചെന്നു? അതെ, തെളിവ് എന്റെ മൊബൈലിലുണ്ട്. ഇവള് പോലും അറിയാതെ ആ മുറിയില് ഇന്നലെ ഞാൻ ഒരു മൈക്രോ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്റെ മൊബൈലുമായിട്ടാ. അനാവശ്യം പറയരുത്. ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അയ്യോ, നീ ശ്രമിച്ചില്ല അല്ലടി? ഇവരിതെന്താ കാണിക്കുന്നേ? വല്ല ഏജൻസിന് ജോലിക്ക് വിട്ടുകൊണ്ട് തല്ലിക്കൊല്ലം നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് ഭ്രാന്താ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവര് എന്റെ അമ്മ വന്നെന്ന് പറഞ്ഞു. ഇന്നിപ്പം ദേ ഈ പാമ്പ് പിടിച്ച ഹോം നേഴ്സ് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയുന്നു. നീ മിണ്ടരുത്. മിണ്ടിയാൽ നീ മേടിക്കും. എന്റെ ഫോണിലൂടെ ഞാൻ കണ്ടതാ ഇവള് നിത്യമോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ അച്ഛനെ വിളിച്ച് ഓടി പാഞ്ഞു ചെന്നത്. ദേവികെ, ഇത് വല്ലതും നടന്നതാണോ? അതോ പതിവ് പോലെ ദേവികയുടെ മായ കാഴ്ചയോ? നട്ടപ്പാതിരയ്ക്ക് മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഒന്ന് ഉറക്കം പിടിച്ച് വന്നതായിരുന്നു. നട്ടപ്പാതിരാക്കി നിത്യമോളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അമ്മയും മുത്തശ്ശി എന്തു പറഞ്ഞേനെ? സത്യം പറ മോളെ, നിന്നെ എന്റെ മകളുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിരിക്കുന്നത്. വയ്യാതെ കിടക്കുന്ന എന്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചോ? ശ്രമിച്ചു. പക്ഷേ അതാര് പറഞ്ഞിട്ടാണെന്ന് അറിയണ്ടേ? ആര് പറയട്ടെ ഈ കൊട്ടേഷൻ എടുത്ത്? ആരാ കൊച്ചേ ഞങ്ങളുടെ കൊച്ചിനെ കൊല്ലാൻ കൊട്ടേഷൻ തമ്മേ? വക്കീൽ സിദ്ധാർത്ഥനും ഇവരും ചേർന്നു. അയ്യോ, അങ്ങനെ വരട്ടെ. നീ ഇതടി പറഞ്ഞ. മോളെ. ഞാൻ പറഞ്ഞ സമയമല്ലേ? വേണ്ടത്. വിളിച്ചാ. നിങ്ങൾ 50,000 രൂപ എന്റെ വീട്ടിലെ അക്കൗണ്ടിൽ കിട്ടുകൊടുത്തില്ലേ? കാണുമോ അതിന്റെ പെയിൻ സ്ലിപ്പ്? നോക്ക്. ഇനി അമ്മേ നോക്കട്ടെ. ദാ മുത്തശ്ശി അമ്മേ കണ്ടോ? നിങ്ങൾക്കെന്താ മറുപടി ഇല്ലേ?
നിങ്ങൾ തന്നെയല്ലേ പണം ഡെപ്പോസിറ്റ് ചെയ്തത്? സൈൻ ചെയ്തത് നോക്കി നിങ്ങൾ തന്നെയല്ലേ? അത് ശരി. അപ്പൊ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ട്രാപ്പാണല്ലേ? ആരാടി നിന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഇവിടെ ഉള്ള ആള് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതെനിക്ക് നിന്റെ നാവിന്ന് കേൾക്കണം. നിങ്ങൾ ചുമ്മാ ഇത് എന്റെ തല കെട്ടി വെക്കാൻ നോക്കണ്ട. കള്ളം പൊളിഞ്ഞപ്പോ അവര് പുതിയ അടവായിട്ട് വന്നിരിക്കുന്നു. എന്ത് ചെയ്യണം മോളെ? ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം അച്ഛാ. ഇറങ്ങടി പുറത്ത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ പോലെ ഒരുത്തിയുടെ സേവനം ഇവിടെ ഇനി ആവശ്യമില്ല. എന്റെ കുട്ടിയെ നോക്കാൻ എനിക്കറിയാം. ഇറങ്ങടി പുറത്ത്. എടി ഇറങ്ങടി പുറത്ത്. ചതിച്ചത് നിങ്ങളാ. എത്രയൊക്കെ പരിശുദ്ധ ചമഞ്ഞാലും അതങ്ങനെ തന്നെ നിൽക്കും. ഇറങ്ങി പോടി. അവസാനം നല്ല പിള്ള ചെമഞ്ഞ് ആരും അറിയാത്തൊരു ക്യാമറ കഥയായിട്ട് വന്നേക്കുന്നു. ആരാണ് ചതിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഉണ്ട്. നീ കൂടുതൽ കഥ മെനയാൻ നിക്കണ്ട. എനിക്കത്ര വലിയ കഴിവൊന്നുമില്ല. ആ കൊച്ചു പറഞ്ഞത് തന്നെയാ എനിക്ക് വിശ്വാസം. ആണോ? അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു രൂപക്കൂട് പണിത് വിശുദ്ധ മിലിയെ ആ രൂപക്കൂട്ടിലോട്ട് കയറ്റി നിർത്ത്. എനിക്കെന്റെ ദേവിക മോള് പറഞ്ഞത് തന്നെയാ വിശ്വാസം. വെറുതെ സിദ്ധുവിന്റെ ദേവിക മോളുടെ തലയിലേക്ക് ഈ പഴിയും കൂടെ ആണിയടിച്ച് വെക്കാൻ നിൽക്കേണ്ട അമ്മ. അങ്ങനെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മോളുടെ ജീവന്റെ പ്രശ്ന അന്വേഷിച്ച് കണ്ടെത്തണം സത്യങ്ങള്. ഓ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ആ, ഇനി എല്ലാരോടുമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ നിത്യമോളുടെ മുറിയിൽ ദേവിക മോള് കിടന്നോളും. വേറെ ആരും അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടണ്ട, ആധിയും കൊള്ളണ്ട. പുതിയ പുതിയ ആളുകളെ കാവലിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണ്ട. അതെങ്ങനെ ശരിയാവും? അയ്യോ, ഞാൻ ശരിയാക്കിക്കോളാം. മോളെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. നിത്യമോടെ കാര്യം ഇനി മോള് നോക്കിയാൽ മതി. എന്റെ കൊച്ചിന് ദൈവം കൊടുത്ത ആയുസ് മനുഷ്യരെടുക്കാതെ നോക്കണം. അച്ഛൻ ഞങ്ങളെല്ലാരും ഇങ്ങനെ കുറ്റക്കാരായിട്ട് കാണുന്നത് കുറച്ച് കഷ്ടം കേട്ടോ. ആ, ഒന്ന് പിടയ്ക്കാതിരിക്കുക എന്റെ ശരത്ത് മോനെ. നിത്യമോളൊന്ന് അനങ്ങിക്കോട്ടെ, അവിടെ നാവൊന്ന് ചലിച്ചോട്ടെ. അത് കഴിഞ്ഞ് അച്ഛനും മോനും തമ്മിലൊന്ന് സംസാരിക്കേണ്ടി വരും. ഇനി അതല്ല, ദേവിക മോളാണ് തെറ്റുകാരി എന്ന് നിത്യമോള് പറഞ്ഞ അന്നെന്റെ മനസ്സിൽ നിന്ന് മകളെന്നുള്ള സ്ഥാനം ഞാൻ വെട്ടും. ദേവികമ്മയുടെ കാര്യത്തിലും ഇപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ? ആ, എന്തായാലും ഈ കലക്കവെള്ളമൊക്കെ ഒന്ന് തെളിയട്ടെ. അതുവരെ ആരും വള്ളവും വലയായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങണ്ട. മനോഹരേട്ടൻ എന്തിനാ എന്നോട് മുഖം കനപ്പിക്കുന്നെ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്മയുടെയും ശരത്തിന്റെയും പക്ഷം പിടിച്ച് ദേവിക മോളെ കുറ്റപ്പെടുത്താനാണല്ലോ നിനക്ക് താല്പര്യം. പിന്നെ എങ്ങനെ മോന്ത കനപ്പിക്കാതിരിക്കും? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ആർക്കും തോന്നുന്ന ന്യായമായ ഒരു സംശയം ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താടി നിന്റെ സംശയം? ദേവിക നിത്യമോളെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തുന്നോ? നിനക്ക് നാണമില്ലേടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ?
ഇത്രയും കാലം ഞാൻ കണ്ടൊരു മുഖമല്ലല്ലോ നിനക്ക്. ഇത്രയ്ക്ക് ദുഷിച്ചു പോയ നിന്റെ മനസ്സ്. മനദോഷം മക്കൾക്കെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരാൾ നേരത്തെ പോയത്, ഒരാൾ ഇങ്ങനെയും കിടക്കുന്നത്. എന്റെ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാണോ എന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആരുടെ ദോഷമാണെങ്കിലും പ്രശ്നങ്ങളുടെ തീരാ വേദന അനുഭവിക്കുന്നത് ആരാ? നമ്മുടെ കുടുംബമല്ലേ? ആ നഷ്ടങ്ങളിലേക്ക് വീണ്ടും ഓരോന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കാനാ നീ ഇപ്പൊ കൂട്ടു നിൽക്കുന്നത്. അതൊക്കെ മനോഹരേട്ടന്റെ തോന്നലല്ലേ? ആരാ ശരിയെന്ന് കാലം തെളിയിക്കട്ടെ. അമ്മേ ശരത്തും പറയുന്നത് ഇവിടുന്ന് ഇറക്കി വിട്ടതിന്റെ വിഷമത്തില് ആ പെണ്ണ് പോയി വല്ല കടുങ്ങയും ചെയ്യൂന്നാ. ഈ കുടുംബത്തിൽ നിന്നോണ്ട് നിന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചോണ്ട് നമ്മുടെ മോളെ കൊല്ലാൻ നോക്കിയാളോ അല്ലേ അവള്? എന്നിട്ടെത്ര സമർത്ഥമായിട്ടാ അത് ദേവിയെക്കെതിരെ അവള് തിരിച്ചത്. അത്രയ്ക്ക് പ്ലാൻഡ് ആയിട്ട് ചിന്തിച്ച ഒരു വ്യക്തി അവളൊരു കായലിലും കയത്തിലും പോയി ഒന്നും ചാകാൻ പോണില്ല. പിന്നെ ഇനി ഇവളെങ്ങാനും റെയിൽവേ ട്രാക്കിൽ കയറി ഇന്നാലോ ട്രെയിൻ തന്നെ വഴി മാറി പാളം തെറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ഉത്കണ്ഠയൊന്നും ആർക്കും വേണ്ട കേട്ടോ. എന്തായാലും നാളെ ഏജൻസി പോയി ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അവള് നാളെ സ്വയം മറിഞ്ഞിരുന്നോ? ഇങ്ങോട്ട് കൊട്ടേഷൻ കൊടുത്ത് അയച്ചവർ തന്നെ അവളെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തിയിട്ടോ എന്നെയും ദേവിക മോളെയും പ്രതിയാക്കാൻ ശ്രമിക്കും. കൂടെ നിൽക്കാനും കൈയടിക്കാനും ഈ വീട്ടിലുള്ളവർ തന്നെ ഉള്ളപ്പോഴേ വളരെ സൂക്ഷിച്ചു വേണം എനിക്ക് മുമ്പോട്ട് പോകാൻ. എന്നാലും എൻ്റെ കുടുംബത്ത് കയറി വന്ന് എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് കൈവെക്കാൻ ആ പെണ്ണ് കാണിച്ച ഒരു ധൈര്യമേ. നീയല്ലടാ ഇന്റർവ്യൂ ഒക്കെ നടത്തി ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്. ഇതിപ്പോ ആരുടെ കളിയാണെന്ന് മനസ്സിലാവാത്തെ? അതിലിപ്പോ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? നിന്റെ മരുമോളുടെ കളി, അവളുടെയും ആ വക്കീലിന്റെയും കളി. എൻ്റെ അമ്മ ചുമ്മാ അനാവശ്യം പറയാതെ. ഓ, ദേവിക മോളുള്ളോണ്ടാ എൻ്റെ മോളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ദേവിക മോള് വന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? നാടകം, എല്ലാം അവളുടെ നാടകമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയപ്പോ അവളൊരു നാടകം കളിച്ചു, അത്രേ ഉള്ളൂ. അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ദേവിക മോളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. പിന്നെ മരുമോളെ പറഞ്ഞതേ അവന് പിടിച്ചില്ല. അത് പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ അമ്മേ? ഓ, എഴുന്നള്ളിയോ? എന്നാലും അമ്മേ, ആരെങ്കിലും പറഞ്ഞേൽപ്പിക്കാതെ അവൾ അങ്ങനെ ചെയ്യില്ലല്ലോ. പറഞ്ഞേൽപ്പിച്ചത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് പറഞ്ഞാലും അമ്മയും മുത്തശ്ശിയും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതൊക്കെ കാലം തെളിയിക്കട്ടെ അമ്മേ. നീ അത്ര വലിയ പരിശുദ്ധയാണെങ്കിലേ പിന്നെന്താടി പോലീസിനെ വിളിക്കാഞ്ഞത്? നട്ടപ്പാതിരാക്കി പോലീസ് വന്ന് കയറുന്ന വീടെന്നൊരു പേരുദോഷം കൂടി ഉണ്ടാക്കി വെക്കണോ മുത്തശ്ശി? ഓ, അവളൊരു ദീർഘദർശി. എടി, പോലീസ് വന്നാലേ നിന്നെയും കൂടെ കൊണ്ടുപോകുന്ന നിനക്കറിയാം. അതുകൊണ്ടാ. ഇത്രയും പ്രായമായ മുത്തശ്ശിയോട് തർക്കിക്കാനൊന്നും ഞാനില്ല. ഡേഡി, എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഞാനിപ്പോഴും യങ്ങാ. ഓ, അതും സമ്മതിച്ചു. മിലിക്ക് വേണ്ട മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല പുകയുന്ന രീതിയിൽ. അല്ലാതെ പോലീസ് കേസുമായിട്ട് കയറി ഇറങ്ങിയാലേ അവള് തിരിച്ചു പറയുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈ വീട്ടിൽ അവൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാലേ പാവേന്റെ അച്ഛനും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. അച്ഛനാണല്ലോ അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. അമ്മയ്ക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഓ, മരുന്ന് കൊടുക്കാൻ അവളൊരു അപ്പോത്തിക്കരി. ഒരുവിധം പെൻഡിൽ അങ്ങോട്ട് തിരിച്ചു വെച്ചേ ഉള്ളൂ. ആരും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. എല്ലാത്തിനും കാരണം അവളാ, ആ ദേവികം.
ഇല്ലില്ല, ഇവിടെ നിന്ന് അധികം സംസാരിക്കുന്നില്ല. നേരിട്ട് കാണാം. പെൻഡുലം എങ്ങോട്ട് തിരിച്ചെന്നാടാ പൊന്നുമോനെ നീ പറഞ്ഞത്? ഞാൻ എങ്ങോട്ടും തിരിക്കും. അതിന് നിനക്കെന്താ? എങ്ങോട്ട് തിരിച്ചിട്ടും ഒരു കാര്യമില്ലടാ. അത് പൊളിക്കാനല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പല്ല് കടിച്ച് പൊട്ടിക്കാതടാ. കൂടെ നിന്ന് ചതിച്ചിട്ട് വെളുക്ക ചിരിച്ച് കാണിക്കേണ്ടതല്ലേ. നീ നിന്റെ അമ്മയും ചേർന്ന് നിത്യമോൾക്കെതിരെ ഒരിക്കൽ കെണി പൊളിഞ്ഞതിന്റെ ഒരു അസ്വസ്ഥത നിനക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് നിത്യമോളെ തൊടാൻ പോലും ആവില്ല. അവളുടെ ഒരു മുടിനാര് പോലും ഇനി നീ പൊട്ടിക്കത്തില്ല. നമുക്ക് നോക്കാം. ഒന്നിപ്പിഴച്ചാലേ മൂന്നി തീരുമെന്നല്ലേ. നിന്നോട് മത്സരിക്കും തോറും ശരത്തിന്റെ കരുത്ത് കൂടെയുള്ളൂ. ഓരോ തവണ നിന്റെ മുന്നിൽ തോക്കുമ്പോഴും നിന്നെ തോപ്പിക്കാനുള്ള ആവേശം കൂടും.